NTPCയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. 400ഓളം വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിലേക്കുള്ള സെലക്ഷൻ, സാലറി തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂടുതലേക്ക് ഷെയർ ചെയ്യാം. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. റീസെൻ്റായിട്ട് ചെയ്ത നോട്ടിഫിക്കേഷൻ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ കയറി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, GOC Vigilant. ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ മതി. നിങ്ങൾക്ക് അതിൽ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓരോ ഫോൾഡർ വൈസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കാറ്റഗറി വൈസ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നേരെ നമുക്കിതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റും. അഡ്വർടൈസ് നമ്പർ 4/2025. ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കൂടെ കാണാം, അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന പോസ്റ്റാണ്. 400ഓളം വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇത് കരാർ അടിസ്ഥാനത്തിലുള്ള കോൺട്രാക്ട് ബേസിലുള്ള പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം NTPC ലിമിറ്റഡ് എന്ന് കൂടെ കാണാം, ലോഗോ ഒക്കെ കാണാം. ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് BE അല്ലെങ്കിൽ BTech ആണോ, ഒന്നെങ്കിൽ BE അല്ലെങ്കിൽ നിങ്ങൾക്ക് BTech ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഡിസിപ്ലിൻ ഏതാണെന്ന് വെച്ചാൽ ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ മെക്കാനിക്കലോ ആയിരിക്കണം എന്നുള്ളതാണ്. 40% മാർക്ക് മിനിമം മതി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക്. അതോടൊപ്പം തന്നെ 1 ഇയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഈ പറയുന്ന ഓപ്പറേഷൻ അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഓഫ് പവർ പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള മിനിമം നമുക്കൊരു 100 മെഗാവാട്ട് അല്ലെങ്കിൽ അതിന് മുകളിൽ കപ്പാസിറ്റി ഉള്ള പവർ പ്ലാന്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു 1 ഇയർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഇനി അതോടൊപ്പം തന്നെ ഇതിൻ്റെ കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനം എന്ന് പറയുന്നത് 3 വർഷത്തേക്കാണ് നിയമിക്കുന്നത്. നിങ്ങൾക്ക് 35 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ നിങ്ങൾക്ക് 38 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. SC/ST ആണെങ്കിൽ നിങ്ങൾക്ക് 40 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. PWD ആണെങ്കിൽ 10 വർഷം വരെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് സാലറി ആയിട്ട് കിട്ടുന്നത് മന്ത്ലി 55,000 ആയിരിക്കും. സാലറി ആയിട്ട് ഫിക്സഡ് ആയിട്ട് എമൗണ്ട് കിട്ടും. പ്ലസ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് HRM, കമ്പനി അക്കോമഡേഷൻ, അതുപോലെ ഈ പറയുന്ന നൈറ്റ് ഷിഫ്റ്റ് അലവൻസ് തുടങ്ങിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതാണ് ഇതിൻ്റെ വേക്കൻസി ഡിസ്ട്രിബ്യൂഷൻ. നിങ്ങൾക്ക് കാണാം, ജനറലിന് 172 വേക്കൻസി, EWSന് 40, OBCക്ക് 82, SCക്ക് 66, STക്ക് 40. ടോട്ടൽ 400ഓളം വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. പിന്നെ PWDക്കൊക്കെ നിശ്ചിതമായുള്ള ഗവൺമെൻറ് റൂൾ റിസർവേഷൻ ഉണ്ടായിരിക്കും. ഇതിൽ ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞു, SC/ST, OBC, PWDൻ്റെ ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇതിലേക്ക് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സിനനുസരിച്ച് അവർ തീരുമാനിക്കും. ചിലപ്പോൾ എന്തായിരിക്കും അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്, ഇൻ്റർവ്യൂ വെച്ചിരിക്കാം, ചിലപ്പോൾ റിട്ടൺ ടെസ്റ്റ് ഉണ്ടായിരിക്കാം, ഓക്കെ, ചിലപ്പോൾ രണ്ടും ഉണ്ടായിരിക്കാം. അത് അവർ തീരുമാനിക്കും. എത്ര ഉദ്യോഗാർത്ഥികൾ ഇതിലേക്ക് അപേക്ഷ നൽകി അതിനനുസരിച്ചായിരിക്കും ഇതിലേക്കുള്ള സെലക്ഷൻ മെത്തേഡ് അവർ തീരുമാനിക്കുന്നത്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് വരുന്നുണ്ട്. 300 രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത്. എന്നാൽ SC/ST, PWD, എക്സ് സർവീസ്മാൻ, അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനൊന്നും യാതൊരു ഫീസും കൊടുക്കണ്ട. ഫീമെയിലിനൊക്കെ ഫ്രീ ആയിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. SC/STക്ക് ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. PWD, എക്സ് സർവീസിനൊക്കെ ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്യാം. ബാക്കിയുള്ളവർക്ക് 300 രൂപ ഫീ ആയിട്ട് അടയ്ക്കണം കേട്ടോ. മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഫീ നിങ്ങൾക്ക് 2 രീതിയിൽ അടയ്ക്കാം. ഒന്ന് ഓഫ്ലൈനായിട്ട് അടയ്ക്കാം, ഇനി ഓൺലൈനായിട്ടാണെങ്കിൽ ഓൺലൈനായിട്ടും അടയ്ക്കാം. ഓഫ്ലൈനായിട്ട് അടയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നിയറസ്റ്റ് ഈ പറയുന്ന SBI ബ്രാഞ്ചിൽ പോയിട്ട് നമ്മൾ ഇതിൻ്റെ പേ സ്ലിപ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മളത് ഡൗൺലോഡ് ചെയ്യണം. എന്നിട്ട് അതുമായിട്ട് നിയറസ്റ്റ് SBIൻ്റെ ഏതെങ്കിലും ബ്രാഞ്ചിൽ പോയിട്ടാണ് നമ്മൾ ഫീ അടയ്ക്കേണ്ടത്. ഓക്കെ, ഇനി ഓൺലൈനായിട്ട് നമുക്ക് നിങ്ങളുടെ ഏതെങ്കിലും ബാങ്കിൻ്റെ ATM കാർഡോ UPI ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അത് വെച്ചിട്ട് ഫീ അടയ്ക്കാം. ഓൺലൈൻ ആണെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലിങ്ക് കാര്യങ്ങളുണ്ടാകും. അങ്ങനെ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്താൽ മതി. എളുപ്പം ഓൺലൈൻ അടയ്ക്കാനാണ്. ഇനി ഇതിൻ്റെ ഈ പറയുന്ന സ്റ്റാർട്ടിംഗ് ഡേറ്റ്, ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് ഫെബ്രുവരി 15 മുതൽ നിങ്ങൾക്ക് മാർച്ച് 1 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 1 ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് ആവശ്യമുള്ള ലിങ്ക് കാര്യങ്ങളൊക്കെ തരാം. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് വരെ NTPC നിങ്ങൾക്ക് കാണാം. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൂടെ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ലിങ്ക് കൂടെ കാണാം. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്താൽ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പേജ് ലോഡായിട്ട് വരിക, നിങ്ങൾക്കൂടെ കാണാം. ഓക്കെ, നമുക്ക് ലോഗിൻ പേജാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ന്യൂ രജിസ്ട്രേഷൻ, ന്യൂ യൂസർ അല്ലെങ്കിൽ രജിസ്റ്റർ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്, അതാണ് ക്ലിക്ക് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജാണിത്. അപ്പോൾ ഇവിടെ ന്യൂ യൂസർ ഓർ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ പേര്, അതുപോലെ നിങ്ങളുടെ കാറ്റഗറി, ഓക്കെ, പിന്നെ നിങ്ങളുടെ എന്താണ് സബ് കാറ്റഗറി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി. അതുപോലെ ഫാദറിൻ്റെ പേര്, ഒക്യുപ്പേഷൻ, അതുപോലെ മദറിൻ്റെ പേര്, മദറിൻ്റെ ഒക്യുപ്പേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ജോലി, അതൊക്കെ കൊടുക്കണം കേട്ടോ. നാഷണാലിറ്റി, പിന്നെ കറണ്ട് അഡ്രസ്സ്, പിന്നെ അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ നമ്മൾ ആണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നോ കൊടുക്കുക കേട്ടോ. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഒക്കെ ആണ്. പിന്നെ ഇതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് പിന്നീട് നമ്മൾ ഫോട്ടോ, സിഗ്നേച്ചർ, അതുപോലെ നമ്മുടെ മറ്റു എസെൻഷ്യൽ എഡ്യൂക്കേഷൻ്റെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പ് അടിച്ച് അങ്ങനെ പോയാൽ മതി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ട്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ചോദിക്കാം. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് നമ്മുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ടീമിനെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യണമെന്ന് കൊടുത്താൽ മതി, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല
ഇതിൽ നമുക്ക് മറ്റു ലോഗിൻ എന്നുള്ള ബട്ടൺ ഇവിടെ തന്നെ ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ഫോംസ് എന്നുള്ളതിൽ എന്താ ജസ്റ്റ് നോക്കട്ടെ. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് അതായത് SC ST OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതാ ഇവിടെ ഫോംസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കണ്ടോ, ഫോംസ് ആൻഡ് ഫോർമാറ്റ്സ് എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്താൽ ഈ പേജിലേക്ക് വരും. ഇതൊക്കെ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഇതേ ഫോർമാറ്റിലായിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ OBC ആണെങ്കിൽ OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റാണ് ഉണ്ടാകുക. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് ഇവിടെ കിട്ടും. ഈ സെയിം ഫോർമാറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ കയ്യിലുള്ള ഫോർമാറ്റ് സെയിം ഫോർമാറ്റ് ആണെങ്കിൽ അതിനെ യൂസ് ചെയ്യാം. സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയായിരിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മളെ ബന്ധപ്പെടാം. സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്ത് തരാവുന്നതാണ്. ഓക്കെ, അപ്പോൾ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. താങ്ക്